വന്നെടുക്ക്. വന്നാത്തേ ചുമ്മാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് കുട്ടി ട്രൗസർ ഇട്ട് അവൾ ഇരിക്കും അവിടെ. കറിയാത്ത ചേട്ടൻ കുട്ടി ട്രൗസർ കേട്ടോ, അതിന് കുഴപ്പമില്ല. ഇടി ഞാനാണല്ലേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൊച്ചേ മതി, പോയി കിടന്നുറങ്ങ. 10 മണിയായി. മതി എൻ്റെ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ. അപ്പൊ ചേട്ടൻ ഫോൺ നോക്കിയിരിക്കുന്നതോ? അവൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല, പക്ഷെ നിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ട്. പോയി കിടന്നുറങ്ങടി. അത് ശരിയാന്നേ, വിണ്ടാപ്പൂച്ചയാണല്ലോ എപ്പോഴും കല ഉടയ്ക്കുന്നത്. എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. പോങ്ങടുത്താ ഓ. അമ്മാ ഈ റീല് നോക്കിയാൽ കുരകൻ ചാടുന്ന കണ്ട. ആ പ്ലേറ്റ് കാണിക്കേ, മോനെ പ്ലേറ്റ് കാണിച്ചേ. പോവല്ലേ. ഇതെന്താ ചേട്ടന് 2 പപ്പടം, എനിക്കെന്താ 1 പപ്പടം? എടി അവനൊരാണല്ലേ, അവൻ കഴിച്ചു വളരട്ടെ. പിന്നെ നിന്നെക്കാളും മൂത്തല്ലേ, കഴിക്ക് നീ. നീ കഴിച്ചേ, നീ കഴുകി വെക്കി. നിനക്കൊന്ന് കഴുകി വെച്ചെന്നെ. എനിക്ക് പറ്റില്ല. പാത്രം കഴുകുന്നില്ല മാമ. അവക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ കഴിക്കോളാം. അവന്റെ പാത്രം അവിടെ വെച്ചേക്ക്. അന്തരേച്ചി അവന് മാത്രത്തെ പ്രത്യേകത, രണ്ടാളും നിന്റെ മക്കളല്ലേ. ഞാൻ കുറേ നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, അവളുടെ അടുത്ത് മാത്രം അത് ചെയ്യരുത് ഇത് ചെയ്യരുത്. അതാ ഡേ, നീയും ചെറുപ്പത്തിൽ കുറേ അനുഭവിച്ചതല്ലേ. ഞാൻ ആണായതിൻ്റെ പേര് മാത്രം വീട്ടുകാരും നാട്ടുകാരും തലയിൽ വെച്ച് കൊണ്ടു കിടന്നപ്പോൾ നീ അമ്മയോട് എന്താ പറഞ്ഞേ? ആണും പെണ്ണും തമ്മിൽ വ്യത്യാസം കാണരുത്. എന്നിട്ട് ഇപ്പം നീ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ മോള് വലുതായപ്പോൾ മാത്രം അവൾ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല. എടാ അവളൊരു പെൺകുട്ടിയല്ലേ, അവളെ വരെ നമ്മൾ വേണ്ടേ ശ്രദ്ധിക്കാൻ. ഇതാണോ നിന്റെ ശ്രദ്ധ? എടാ അവളൊരു വീട്ടിൽ കയറി പോകേണ്ട കൊച്ചല്ലേ, നല്ലൊരു പെൺകൊച്ചായിട്ട് വേണ്ടേ അവളെ വളർത്താൻ. അപ്പം നിന്റെ മോൻ നല്ലൊരു ആൺകുട്ടിയാവണ്ടേ? ശരിയാ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷെ എനിക്ക് അവളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ഞാനിതൊന്നും ചെയ്യുന്നത്. ഒരമ്മേൻ്റെ അവലാതി ഉണ്ടാവാം, ഞാൻ ശ്രദ്ധിക്കാം. അത് കാണാനും ഉണ്ട്, പക്ഷെ ഇത്രയും വേണ്ട. അതെ, മാമൻ പറഞ്ഞത് കേട്ടിട്ട് നീ തുള്ളാൻ നിൽക്കണ്ട. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാനാ നിൻ്റെ അമ്മ, ഞാൻ തീരുമാനിക്കും നിന്നെ എങ്ങനെ വളർത്തണമെന്ന്. മനസ്സിലായോ? അവളുടെ ഒരു മാമനും.